ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെഡ് ബുൾ റീസെൻ്റ്ലി റിവീൽ ചെയ്ത അവരുടെ 2-സീറ്റർ ഹൈപ്പർ കാറിനെ പറ്റിയാണ്. RB17. റെഡ് ബുൾ റേസിംഗിൻ്റെ ചീഫ് ടെക്നിക്കൽ ഓഫീസറായ ആൻഡ്രിയ ന്യൂയോ ആണ് RB17 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ്രിയ ന്യൂയോയുടെ റെഡ് ബുൾ റേസിംഗിനുള്ള ലാസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു RB17. കാരണം 2025 ആൻഡ്രിയ ന്യൂയോ റെഡ് ബുള്ളിൽ നിന്ന് ലീവ് ചെയ്യുവാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയേണ്ടവർക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. RB17 ഒരു റോഡ് ലീഗൽ ഹൈപ്പർ കാർ അല്ലാത്തതുകൊണ്ട് ആൻഡ്രിയ ന്യൂയോയ്ക്ക് ഈ വണ്ടി ഡിസൈൻ ചെയ്തപ്പോൾ ഒരു ലിമിറ്റേഷൻസും ഉണ്ടായിരുന്നില്ല. ഒരു 4.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് V10 എഞ്ചിനാണ് റെഡ് ബുൾ RB17 യൂസ് ചെയ്തിരിക്കുന്നത്. കോസ്വർത്ത് റെഡ് ബുള്ളിന് ഈ എഞ്ചിൻ മാനുഫാക്ചർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആസ്റ്റിൻ മാർട്ടിൻ്റെ വാൽക്കറി വരുന്ന 6.5 ലിറ്റർ V12 എഞ്ചിനും മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന കോസ്വർത്ത് തന്നെയാണ്. RB17 വരുന്ന 4.5 ലിറ്റർ V10 എഞ്ചിൻ്റെ പവർ ഫിഗർ എന്ന് പറയുന്നത് 1000 ഹോഴ്സ് പവർ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇലക്ട്രിക് മോട്ടർ ഗിയർ ബോക്സിനകത്തും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1200 ഹോഴ്സ് പവർ ആണ്. വിത്ത് എ സീക്വൻഷ്യൽ ഓട്ടോമേറ്റഡ് സിംഗിൾ ക്ലച്ച് ഗിയർ ബോക്സ് ഡ്രൈവിംഗ് ദ റിയർ വീൽസ്. 15,000 RPM വരെ റെവ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് അത്. ഗിയർ ബോക്സ് മാനുഫാക്ചറായ എക്സ്ട്രാക്കാണ് റെഡ് ബുള്ളിന് ഈ ഗിയർ ബോക്സ് മാനുഫാക്ചർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാർബൺ ഫൈബറിലാണ് ഈ ഗിയർ ബോക്സ് ഫുള്ള് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. കാർബൺ ഫൈബർ ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്ന ലോകത്തിൽ തന്നെ ആദ്യത്തെ പ്രൊഡക്ഷൻ കാറാണ് RB17. അതുപോലെ ബോഡി വർക്കും ഷാസിയും വിഷ്ബോൺ സസ്പെൻഷനും ഫുള്ള് ബിൽഡ് ചെയ്തിരിക്കുന്നത് കാർബൺ ഫൈബറിലാണ്. അതുകൊണ്ട് തന്നെ 900 കിലോഗ്രാമാണ് RB17 വെയിറ്റ്, വിച്ച് മീൻസ് 1.3 ഹോഴ്സ് പവർ ആണ് RB17 പവർ ടു വെയിറ്റ് റേഷ്യോ. ഒരു F1 ട്രാക്കിൽ റെഡ് ബുള്ളിൻ്റെ കറണ്ട് F1 കാറായ RB20യെക്കാളും ഫാസ്റ്റർ ആയിരിക്കും RB17 എന്നാണ് റെഡ് ബുള്ള് ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ RB17 ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും റോൾ സ്റ്റിഫ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനും ആക്റ്റീവ് സസ്പെൻഷൻ റെഡ് ബുള്ള് RB17 കൊടുത്തിട്ടുണ്ട്. 240 km/h 1.7 ടൺസ് ഓഫ് ഡൗൺ ഫോഴ്സ് ആണ് RB17 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആക്റ്റീവ് ഫ്രണ്ട് സ്പ്ലിറ്ററും ആക്റ്റീവ് ഫ്രണ്ട് വിങ്ങും ആക്റ്റീവ് ഡിഫ്യൂസറും റെഡ് ബുള്ള് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെയും റിയറിലെയും ഡൗൺ ഫോഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വണ്ടി ഓവർ സ്റ്റീർ ചെയ്യുന്നതും അണ്ടർ സ്റ്റീർ ചെയ്യുന്നതും. മിഷ്ലിൻ കസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്ന ടയേഴ്സാണ് RB17 യൂസ് ചെയ്തിരിക്കുന്നത്. വെറും 50 യൂണിറ്റ്സ് മാത്രമേ റെഡ് ബുള്ള് RB17 മാനുഫാക്ചർ ചെയ്യത്തുള്ളൂ. സോ RB17 പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. ഓട്ടോമോട്ടീവ് കണ്ടൻസിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് കൂടി ഫോളോ ചെയ്യുക. എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ that's it for now. See you in the next video. Until then, bye.